ഹംപി എന്ന മനോഹരമായ നഗരം, അതെ, ദ വേൾഡ് റിച്ചസ്റ്റ് എംപയർ ഓൺ എർത്ത്. 1336 ഏകദേശം ഈ മനോഹരമായ നഗരം കണ്ടെത്തിയത്. മാത്രമല്ല, വിജയനഗര എംപയറിൻ്റെ ഗോൾഡൻ പീരീഡ് എന്ന് പറയുമ്പോൾ ഏകദേശം കൃഷ്ണദേവരായയുടെ കാലഘട്ടത്തിലാണ്. 1509 മുതൽ 1529 വരെയാണ് ഭരണകാലഘട്ടം ഉണ്ടായിരുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു കൂടുതലും ഈ വിരുപക്ഷ ടെമ്പിൾ, ബാക്കി ഒരുപാട് ടെമ്പിൾ പുതുക്കി പണിയുകയും ഇന്ന് ഈ കാണുന്ന വീഡിയോ കാണുന്ന ഈ ഒരു കോലത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഇത് ഏകദേശം ഇതിൻ്റെ ഒരു നാശനഷ്ടം എന്ന് പറയുമ്പോൾ താലിക്കോട്ട യുദ്ധത്തിന് ശേഷം ഒരുപാട് മോണ്യുമെൻറ്റ്സ് നശിപ്പിക്കപ്പെടുകയും അതിൽ ബാക്കിയുള്ളതാണ് ഈ കാണുന്ന വീഡിയോസിലുടനീളം കാണിക്കുന്നത്. അതിൽ വിരുപക്ഷ ടെമ്പിൾ ഉണ്ട്, വിട്ടല ടെമ്പിൾ ഉണ്ട്, ഒരുപാട് വരാഹ ടെമ്പിൾ, കൃഷ്ണ ബസാർ, ഒരുപാട് ടെമ്പിൾ ഉണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഹംപിന്ന് ഏകദേശം തൊട്ടടുത്ത്, ടെമ്പിളിന് തൊട്ടടുത്തായിട്ടുള്ള വരുന്ന കുറച്ച് ഷോപ്പിംഗ് ഒക്കെയാണ് കാണുന്നത്. റൂമുണ്ട് ഇവിടെ. എല്ലാ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവട്ടെ, ടൂറിസ്റ്റ് ഒരുപാട് വരുന്നതുകൊണ്ടേ ടെൻ്റ് അടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാടൊന്നും സംസാരിക്കുന്നില്ല. ഇന്നലെ വിരുപക്ഷ ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് കഴിഞ്ഞാൽ ടെൻ്റ് അടിച്ച് കാറ്റത്ത് നല്ല പാറലാണ് പിടിച്ച്. ഇനി ഇവിടുന്ന് റെഡിയായി പോകണം. ഇപ്പം നീച്ചിട്ടുള്ളൂ. ഇവിടുന്ന് ഒന്ന് റെഡിയായി ഫ്രഷായിട്ട് നേരെ തുംഗഭദ്ര നദി ഉണ്ട്, അവിടെ പോയിട്ട് ഡ്രസ്സൊന്നും അലക്കാണ്ട്. അപ്പം നമ്മൾ കുളിക്കാൻ പോകട്ടോ. ഏകദേശം സമയം ഒരു മണി അയക്കുന്നത്. ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചു. ഈ കാണുന്നതാണ് തുംഗഭദ്ര നദി എന്ന് പറയുന്നത്. ഇവിടുന്നാണ് ഇനിയിപ്പോ കുളിക്കേണ്ടത്. ഇനി ഇവിടുന്ന് കുളിക്കണം. ക്കാൻ പോയി നമ്മൾ ഒരുമിച്ച്. അപ്പൊ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു പുള്ളിക്കാരനെ കിട്ടി. ആൻസർ ജേക്കബ്. ജേക്കബ് ഫ്രം എവിടെയാണ്? ജേക്കബ് ഫ്രം ഓസ്ട്രിയ. പുള്ളിക്കാരൻ ബിസ്ക്കറ്റ് തിന്നില്ല. ഞാൻ ബിസ്ക്കറ്റ് വേണമെന്ന് ചോദിച്ചു. ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞത്. ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ച്. ഇവിടുത്തെ ഹംപി, ഓസ്ട്രേലിയത്തെ കുറെ കാര്യങ്ങൾ ഒരുപാട് സംസാരിച്ച്. സമയം ഇപ്പോൾ ഒരു 5:45. ഞാൻ ഇവിടുന്ന് തൊട്ടടുത്ത് വിരുപക്ഷ ടെമ്പിളിന് തൊട്ടടുത്തുണ്ട് ഹെമക്കുട്ടയിൽ നടക്കും. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ട് ഏകദേശം സൺസെറ്റ് ടൈമായി തുടങ്ങിയിട്ടുണ്ട്. നല്ല അടുത്തായിട്ട് ഇവിടുന്ന് വ്യൂ കാണാൻ. അങ്ങോട്ടേക്ക് ഒരുപാടുണ്ട്. ആ ഭാഗത്തേക്ക് ഒരുപാട് എക്സ്പാൻഡഡ് ആയിട്ട് കിടക്കുന്ന ഒരു എംപയറാണ് കാണുന്നത്. ഏകദേശം ഇതിൻ്റെ താഴത്തായിട്ട് വരും ടെമ്പിൾ. നേരെ കണ്ടറിയാം ഒരു ചെറിയൊരു കൊടി ഉണ്ടാക്കുന്ന ഏകദേശം വിരുപക്ഷ ടെമ്പിളാണ്. ഇനി സൺസെറ്റ് ഒന്ന് കാണണം. सर भाई खाओ. नहीं ले भाई, ले आराम से खा तुम. नहीं तुमरा काम है रत्ती तो बैठो. ഇന്നലെ നൈറ്റും ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും മേടിച്ചു തന്നിട്ടോ. നല്ല സ്നേഹമുണ്ട് പയ്യന്മാർ. അവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട് പയ്യന്മാർ. ഇനി ഇവിടുന്ന് ഇറങ്ങണം. ഇവിടുന്ന് ഇറങ്ങിയിട്ട് വിട്ടല ടെമ്പിളൊക്കെ പോവാണ്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം.
എൻ്റെ ലഗേജ് ഏകദേശം അവിടെ വെച്ച് നേരെ വിട്ടല ടെമ്പിളിലേക്ക് പോവാം. അപ്പോൾ നാളെ എനിക്ക് മത്തങ്ങാഹിലേക്ക് കയറണം. നാളെ അപ്പോൾ എനിക്ക് ലഗേജ് എന്തായാലും വെച്ച് കയറാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ലഗേജ് ഇവിടെ വെക്കട്ടെ, നാളെ രാവിലെ എടുത്തോളാം. ഏകദേശം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ 50 റുപ്യാണ് പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞ ട്രാവലറൊക്കെ ആണ്, എന്തെങ്കിലും ഒന്ന് കുറയോ കാര്യങ്ങൾ വെറുതെ ചോദിച്ചാൽ, തമാശ ചോദിച്ചാൽ. അപ്പോൾ ലാസ്റ്റ് ഈ ഇവിടെ വെച്ച് ഫ്രീ ആണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം തമാശ തോന്നുന്നു. ഇവിടുത്തെ ആളുകൾ അടിപൊളിയായിട്ടോ, നല്ല രസമാണ്. തുംഗഭദ്ര റിവറാണ് കാണുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് ബാക്കിയും പാത്ത് വരുന്നത്. നല്ല വെയിലുണ്ട് കേട്ടോ ഇവിടെ. സൺസ്ക്രീനൊക്കെ തേച്ചുകൊണ്ട് കുഴപ്പമില്ലെങ്കിലും നല്ല വെയിലുണ്ട്. കൊട്ടായി നിങ്ങൾ ഈ കാണുന്ന കല്ലൊക്കെ അല്ലേ, ഏകദേശം ഒരുപാട് 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 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഏകദേശം ഒരു സമുദ്രമായിരുന്നു. പിന്നെ വേറെ ഏതോ ഒരു പ്രതിഭാസം കൊണ്ട് ഈ കല്ല് ഇവിടെ രൂപപ്പെടുകയും, ഇത് കഷ്ണം കഷ്ണം കല്ലാണ് ഈ കാണുന്ന കല്ല് കഷ്ണം കഷ്ണമാണ്. ഈ വെയിലിൻ്റെ ചൂട് തട്ടി 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 ഇങ്ങനെ ഒരുമിക്കണത് കാണാം. ഇതൊരു വേറൊരു കഷ്ണം കല്ലാണ് മുകളിൽ, ചൂടുകൊണ്ട് ആ ഒട്ടി പിടിക്കണുണ്ടോ. അങ്ങനെയാണ് ഈ കാണുന്ന മലകളൊക്കെ അവിടെ രൂപപ്പെട്ടത്. ഇതിൽ ജേക്കബിനെ പിന്നെയും കണ്ട് സംസാരിച്ച് ഓൻ ഏകദേശം വിത്തല ടെമ്പിൾ പോയി വരാണ്. ഞാനെന്തായാലും അങ്ങോട്ട് പോട്ടെ. ഇവിടുന്ന് ഏകദേശം ബോട്ട് സഫാരി ഉണ്ട് ഹിപ്പി ഐലൻഡിലേക്ക്. പക്ഷേ ഹിപ്പി ഐലൻഡ് പറയുമ്പോൾ ഏകദേശം ഫോറിനേഴ്സ് ഇപ്പോൾ കുറവാണ്, കാരണം ഇപ്പോൾ സീസൺ അല്ല, അതുകൊണ്ട് എന്തായാലും ഫോറിനേഴ്സ് ഇല്ല. പക്ഷേ വെറും പാർട്ടിയും കാര്യങ്ങളും മാത്രമല്ല, കുറച്ച് നടന്ന് കാണേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ആ പാർട്ട് സ്കിപ്പ് ചെയ്യാണ്. സോനാപൂർ പറഞ്ഞ സ്ഥലമുണ്ട്, അടിപൊളി വില്ലേജാണ്. വേണമെങ്കിൽ നിങ്ങളവിടെ വന്ന് ടൈമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കാണാം. ഇനിയിപ്പോൾ നാളെ ലോട്ടസ് മഹൽ പോകണം, അവിടുന്ന് കുറച്ച് കവർ ചെയ്യണം. പിന്നെ ഇവിടുന്ന് ഇറങ്ങണം. ഫുഡും കാര്യങ്ങളും കുഴപ്പമില്ല, സ്റ്റേ ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ എന്തായാലും നാളെ ഇറങ്ങും. എന്നിട്ട് ബദാമി കേവ്സ് പോകണം. അവിടെ പോയിട്ട് ഒന്നും അറിയില്ല എന്താ ഏതാണെന്നൊന്നും. പക്ഷേ പുള്ളിക്കാരല്ലേ ജേക്കബ്, ആള് ബദാമി പോയി വരാണ്. അപ്പോൾ ആൾ പറഞ്ഞു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് എന്നൊക്കെ. സോ എന്തായാലും അറിയില്ല, പക്ഷെ നോക്കാം. ഈ കാണുന്നതൊക്കെ തന്നെ കേട്ടോ ഒരുപാട്, അഥവാ വിറ്റൽ ടെമ്പിളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരുപാട് മണ്ഡപമുണ്ട്, ടെമ്പിൾസ് വേറെ ഉണ്ട് കുറേ. ഏകദേശം വലിയൊരു സാമ്രാജ്യം തന്നെയാണ്. ഏകദേശം 30 കിലോമീറ്ററോളം ചുറ്റപ്പെട്ടെടുക്കുന്ന ഒരു വലിയ സാമ്രാജ്യമാണ് നിങ്ങൾ കാണുന്നത്. 7-ാം നൂറ്റാണ്ട് മുതൽ വിരുപക്ഷ ടെമ്പിളിൽ ഏകദേശം പൂജ തുടങ്ങിയിട്ടുണ്ട്. വിജയനഗര എംപയറിൽ വിജയനഗര ഭരണം വന്നപ്പോഴാണ് എന്ത് ചെയ്ത് ആ ടെമ്പിൾ ഒന്നുകൂടെ ഈ കാണുന്ന, അഥവാ ഞാൻ കാണിച്ചെന്നില്ല ആ ഒരു കോലത്തിലേക്ക് എത്തിച്ചത്. ആ ടൈമിൽ എക്സ്പാൻഡ് ആയിട്ടും ഒരുപാട് ഫ്യൂച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോണ വിത്തല ടെമ്പിൾ ആണെങ്കിലും അതിൽ മറ്റേ മ്യൂസിക്കൽ സ്റ്റോൺസ് ഉണ്ട്, ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ഈ കാണുന്ന ഏകദേശം പൊട്ടി പൊളിഞ്ഞെടുക്കുന്ന സ്ഥലമല്ലേ ഇത് പറയുമ്പോൾ ഏകദേശം കച്ചവട സ്ഥലമാണ്. അഥവാ 40th സെഞ്ച്വറി വിജയനഗര സാമ്രാജ്യം ഉണ്ടാകുന്ന ആ ഒരു ടൈമിൽ ഏകദേശം ഓർണമെൻറ്റ്സ്, ഏകദേശം ഫുഡ് സ്പൈസസ്, ഗോൾഡ്, ഡയമണ്ട് ഏകദേശം വിറ്റൊരു സ്ഥലമാണ് ഈ കാണുന്ന സ്ട്രീറ്റ്. അച്യുത ബസാർ അറിയും. ഇവിടുന്ന് ഏകദേശം ഒരുപാട് ഗോൾഡും കാര്യങ്ങളൊക്കെ തറന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാണുന്നൊക്കെ അതിൻ്റെ ഭാഗം കേട്ടോ. കാണുന്നതാണ് വിത്തല ടെമ്പിൾ. കാണുന്നതാണ് 50 റുപ്യൻ്റെ നോട്ടിൽ പിക്ചറില്ല ബാക്കിൽ. എന്തായാലും നല്ല 50 ഞാൻ കാണിച്ചു തരാൻ പറ്റൂല, പക്ഷെ അവിടെ നിന്ന് ആരെങ്കിലൊക്കെ ഒരു 50 കിട്ടുകയാണെന്ന് ഞാൻ കാണിച്ചു തരാം.
ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഏകദേശം എൻ്റെ യാത്രയിൽ ഇങ്ങനെ പോകുന്ന ടൈമിൽ ഇങ്ങനെ ഒരു ഗൈഡർ എങ്ങനെയായിട്ടുണ്ടാവും. ഇവിടെ ഫുള്ള് ഗൈഡൻസ് കൂടുതലും. അപ്പോൾ ഓരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഞാൻ മെല്ലെ അടുത്ത് പോയി നിൽക്കും, ഓരോന്ന് കേൾക്കും. അങ്ങനെയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നു, നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതൊക്കെ ഏകദേശം മ്യൂസിക് സ്റ്റോൺസ് തന്നെയാണ് കാണുന്നത്. ചുറ്റിലുള്ളൊക്കെ മ്യൂസിക് സ്റ്റോൺസ് തന്നെയാണ്. പക്ഷെ അത്യാവശ്യം നല്ലോണം പൊട്ടണം. നിങ്ങൾക്ക് ഒച്ച അറിയത്തില്ല. ചെറുങ്ങനെ കാണിച്ചു തരാം. അങ്ങനെ ഒരു ചെറിയ ശബ്ദം പുള്ളിക്കാരൻ അവിടെ കൊട്ടി കൊടുക്കുന്നതാണ്. ഇത് ഏകദേശം മൊത്തത്തിൽ മ്യൂസിക് സ്റ്റോൺസ് തന്നെയാണ്. ഇതിന്റെ ഇടയിൽ എൻ്റെ വല്യപ്പ മരണപ്പെട്ട് ഞാൻ തിരിച്ച് നേരെ എൻ്റെ നാട്ടിലേക്ക് പോകേണ്ടി. ഏകദേശം 14-ാം തീയതി രാവിലെയാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയത്. ഇപ്പോൾ ഏകദേശം 25 ഒരു 10 ദിവസത്തിന്റെ ഗ്യാപ്പിലാണ് നിങ്ങൾ ഈ ബാക്കി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അന്നേരം സ്റ്റോറിയോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയിലല്ലേന്. ഞാൻ 4 ദിവസമാണ് കവർ ചെയ്തത്. എന്തുകൊണ്ടാണ് അങ്ങോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3 ദിവസം കവർ ചെയ്തിട്ടുള്ളൂ. ഇവിടെ 4 ദിവസമാണ് കവർ ചെയ്യാൻ വിചാരിച്ചത്. 4-ാമത്തെ ദിവസം ഒരുപാട് കവർ ചെയ്തിട്ട് നേരെ ബദാമി പോവാ ലിഫ്റ്റ് അടിച്ച് വിചാരിച്ചിരുന്നു. പക്ഷെ പറ്റിയില്ല. 4-ാമത്തെ ദിവസം കവർ ചെയ്യാണ്ട് എന്തായാലും ബാക്കി ആഴ്ചകൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കില്ല. ബാക്കി ആഴ്ചകൾ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് കൃഷ്ണ ടെമ്പിള്. കൃഷ്ണ ടെമ്പിളിന് നേരാണ് വരുന്നത് കൃഷ്ണ ബസാർ. അവിടെയാണ് ഈ പുഷ്കരണി കല്ല്. ഈ കാണുന്ന ഒരു വലിയ മാർക്കറ്റാണ് ഈ കാണുന്ന ഈ ഭാഗം. പുറത്തുനിന്നുള്ള ഒരുപാട് ട്രേഡേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഏകദേശം ഇവിടെ വിറ്റ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഗോൾഡ്, സിൽക്കാണ്, ഹോഴ്സസ്, കുതിരകള്. ഇതൊക്കെ കണ്ടില്ല. ഏകദേശം ശില്പങ്ങളൊക്കെ ഏകദേശം പൊട്ടിയ അവസ്ഥയിലാണ്. താലിക്കോട്ട യുദ്ധത്തിൽ പറ്റിയ ഓരോ നാശനഷ്ടങ്ങളൊക്കെ കാണാട്ടോ ഇതിൽ തന്നെ. നമ്മളെ ഈ നാട്ടിലേക്ക് കാണൂലേ ചെറിയൊരു വണ്ടി ചുരുണ്ടെടുക്കുന്നത്, അതിൻ്റെ വലിയ സാധനം. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങാണ്. മഴക്കാറുള്ളതുകൊണ്ട് പെട്ടെന്ന് അവിടെ എത്തണം. ഇന്ന് ഏകദേശം ഒരു 4 സ്ഥലം കവർ ചെയ്യാണ്ട്. ലോട്ടസ് മഹല്, പിന്നെ എലിഫന്റ് സ്റ്റേബിള്, ഒരു 2 സ്ഥലം കൂടി കവർ ചെയ്യാണ്ട്. കാണുന്നതാണ് ലക്ഷ്മി നരസിംഹ സ്റ്റാച്ചു. ഇത് ഏകദേശം ഒരൊറ്റ സിംഗിൾ റോക്കിൽ ചെത്തിയെടുത്ത സ്റ്റാച്ചു ആണ് ഈ കാണുന്ന ശില്പം. തലിക്കോട്ട യുദ്ധത്തിന് ശേഷം ഇത് ഒരുപാട് നാശനഷ്ടം വരുമ്പോൾ അതാണ് ആ കൈ കാലിന്റെ ഭാഗങ്ങളൊക്കെ അങ്ങനെ നശിച്ചെടുക്കുന്നത്. ജസ്റ്റ് വൺ സിംഗിൾ റോക്ക്. ഇതിൻ്റെ ഇടയിലേക്ക് എനിക്ക് കുറച്ച് ദൂരം ലിഫ്റ്റ് കിട്ടി. ഞാൻ ചോദിച്ചല്ല, നടന്നു പോകുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് തന്നാണ് ലിഫ്റ്റ്. എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ നിന്നാണ് ഏകദേശം തുടങ്ങുന്നത് കേട്ടോ. ക്വീൻസ് പാത്ത് പിന്നെ ലോട്ടസ് മഹലൊക്കെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. बटर मिल्क यस. आपका नाम क्या है? निंगप्पा. निंगप्पा वेराइटी പേര്. ഇതിൽ ഏകദേശം പള്ളിയൊക്കെ ഉണ്ടതാ. മുഹമ്മദാൻ പള്ളി ഉണ്ട്. എനിക്ക് തോന്നുന്നു പള്ളിയൊക്കെ കാണുന്നതാണ്. എനിക്കിത് കണ്ടിട്ട് ഏകദേശം ഇതാണ് അന്നത്തെ പള്ളിയും തോന്നുന്നുണ്ട്. പക്ഷെ ഉറപ്പില്ല, എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല.
भैया ये मस्जिद हुआ करता था, ये मस्जिद है? मस्क, हाँ ഓക്കെ. തന്നെ കേട്ടോ തന്നെ പള്ളി. ഇവിടെ ആളുകൾ കുറവാട്ടോ, ഈ ഭാഗത്തേക്ക് അധികം ആളില്ല. അധികം ഫേമസ് ആയ സ്ഥലം എന്നുള്ളത് ഈ കാണുന്ന ഏരിയ മാത്രമല്ല, ഇപ്പോൾ ടൂറിസ്റ്റും കുറവാണ്. ഏകദേശം ഡിസൈനാണ് അടിപൊളി. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഏകദേശം 500 വർഷം മുമ്പൊക്കെ ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ മുകളിലോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഡോറ് പൂട്ടിയിട്ടേക്കാം. ബൈനോട് ചോദിച്ച് സമ്മതം കിട്ടി. മുകളിൽ പോവാ. ഇവിടെ ആരും ഇല്ല കേട്ടോ. ഈ ഭാഗത്ത് ഈ സ്ഥലം നല്ല, ഈ ഭാഗത്തോട്ട് ആരുമില്ല. ഇത് വാച്ച് ടവർ ആണെന്ന് തോന്നുന്നു, കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. ലോട്ടസ് മഹലിലെത്തി. ഇവിടുന്ന് എൻട്രി അടിക്കണം. ഇവിടുന്ന് എൻട്രി അടിച്ചിട്ടോ. ഇനിയിപ്പോൾ ലോട്ടസ് മഹലിൽ കയറാം. വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങോട്ടേക്ക്. കാണുന്നതാണ് ലോട്ടസ് മഹൽ. ഇതിൻ്റെ ഏകദേശം ആർക്കിടെക്ചർ പറയുമ്പോൾ ഇന്തോ ഇസ്ലാമിക് ആ ഒരു സ്റ്റൈലിലാണ് ഈ ആർക്കിടെക്ചറൊക്കെ വരുന്നത്. ഇവിടെ ഏകദേശം കൂടുതലും റോയൽ വുമൻസ്, ക്വീൻസിനൊക്കെയാണ് കൂടുതലും എൻട്രി ഉണ്ടാവുക. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ലോട്ടസ് പേര് വരാൻ കാരണം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു മഹലിന് ലോട്ടസ് പേര് വരാൻ കാരണം. അപ്പോൾ ഇതിൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് നിങ്ങൾ എലിഫൻറ്റ് സ്റ്റേബിൾ. ഇവിടെ ഏകദേശം കൂടുതലും ഒരു 11 ചേമ്പേഴ്സ് ഉണ്ട്. കൂടുതലും ഈ റോയൽ എലിഫൻറ്റിനാണ് ഇവിടെ കീപ്പ് ചെയ്തിരുന്നത്. മറ്റെന്താ പറയുക, യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന സെറമോണി ഫെസ്റ്റിവൽസിലൊക്കെ രാജാവ് ഉപയോഗിച്ചിരുന്നത്. രാജാവിന് ഇഷ്ടപ്പെട്ട ആന ഇതായി കാണുന്ന സെൻറ്റർ. അവിടുന്ന് ഏകദേശം സെൻട്രൽ ചേമ്പറിലാണ് ഏകദേശം രാജാവിന് ഇഷ്ടപ്പെട്ട ആനയെ വെച്ചിരുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ ക്വീൻസ് പാത്ത്. അവിടുന്ന് കുറച്ച് സ്പോട്ട് കവർ ചെയ്യാണ്ട്, ചെറിയ ചെറിയ സ്പോട്ട്. ഇവിടുത്തെ വെതർ പറ്റാ കേട്ടോ. ഇടയ്ക്കിടക്ക് മഴ, ഇടയ്ക്കിടക്ക് വെയില്, എല്ലാം കൂടെ ഉണ്ട്. നമ്മളെ ഫ്രണ്ട്സ്, ഹലോ. ഈ കാണുന്നതാണ് മഹാനവമി ദിബാർ. ഏകദേശം കൃഷ്ണദേവരായ അവിടെ ഇരിക്കുകയും അവിടുന്ന് മിലിറ്ററി പരേഡ്, ഡാൻസ്, മ്യൂസിക് ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാവും നടക്കുന്നത്. ഏകദേശം ഇവിടെ നടന്ന ഓരോ കാര്യങ്ങളാണ് ഇവിടെ കുത്തി വെച്ചിരുന്നത്. ഫോറിനേഴ്സ് വന്ന് മേടിക്കുന്നതും ആനകൾ നടക്കുന്നതും ഏകദേശം ഇവിടുന്ന് കാണാം. ഓരോ ശില്പങ്ങൾ കുത്തിയെടുത്ത്. ഞാൻ പോയാറേ ക്വീൻസ് ബാത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം പുറം ഭാഗം കാണുമ്പോൾ വളരെ സാധാരണ നോർമൽ കെട്ടിടം പോലെ കാണുന്നത്. പക്ഷെ ഉള്ളോട്ട് പോയിട്ട് എങ്ങനെ കുളിക്കാൻ വേണ്ടി മാത്രം ക്വീൻസും റോയൽ വുമൻസും വരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. നിങ്ങൾ പുറത്തുനിന്ന് നോർമലായിട്ടുള്ള ഒരു കെട്ടിടം പോലെ തോന്നുന്നുണ്ടെങ്കിലും അത്രമാത്രം ഡിസൈനും അത്രമാത്രം ആർക്കിടെക്ചറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.